നടൻ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുറ്റപത്രം തയ്യാറാക്കി ക്രൈംബ്രാഞ്ച്. ജീവനക്കാരികൾ തട്ടിയെടുത്തത് 30 ലക്ഷത്തോളം രൂപയാണ്. സ്ഥാപനത്തിലെ ജീവനക്കാരികളായ ദിവ്യ, രാധാകുമാരി, വിനീതയുടെ ഭർത്താവ് ആദർശ് എന്നിവരാണ് പ്രതികൾ. കുറ്റപത്രം ഉടൻ കോടതിയിൽ സമർപ്പിക്കും. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, പറയൂ. കൃഷ്ണരാജ്, നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതിന്റെ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ്. കുറ്റപത്രം ഉടൻ കോടതിയിൽ സമർപ്പിക്കും എന്നൊരു വിവരം കൂടി ക്രൈംബ്രാഞ്ചിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ദിയ കൃഷ്ണ തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ വഴി ഇത്തരത്തിൽ തന്റെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കിയത്. തുടർന്നുള്ള പരാതികളും കൗണ്ടർ കേസുകളും ഒക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം തയ്യാറാക്കിയതനുസരിച്ച് കുറ്റപത്രത്തിൽ 4 പ്രതികളാണുള്ളത്. സ്ഥാപനത്തിലെ ജീവനക്കാരി ദിവ്യ, രാധാകുമാരി, വിനീതയുടെ ഭർത്താവ് ആദർശ് എന്നിവരെ പ്രതി ചേർത്താണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം പുറത്തിറക്കിയിരിക്കുന്നത്. 30 ലക്ഷത്തോളം രൂപയാണ് തട്ടിയെടുത്തത് എന്ന് തന്നെയാണ് ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ദിയ നടത്തുന്നത് ഒരു ഓർണമെന്റ്, അതായത് ആഭരണവുമായി ബന്ധപ്പെട്ടൊരു സ്ഥാപനമാണ്. വിവാഹശേഷം ദിയ പൂർണ്ണമായും ജീവനക്കാരെ ഇതിന്റെ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. അവിടെ എത്തുന്ന ആളുകളിൽ നിന്നും ഇവരുടെ സ്വന്തം QR കോഡ് വഴി പണം സ്വീകരിച്ച് വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തുകയായിരുന്നു. പിന്നീട് നടന്ന കണക്കുകളിൽ പണത്തിന്റെ കുറവ് കണ്ടപ്പോഴാണ് ദിയ ഇത്തരത്തിൽ കാര്യങ്ങൾ അന്വേഷിക്കുകയും പിന്നീട് ദിയക്കെതിരെയും ദിയയുടെ പിതാവിനെതിരെയും ആരോപണങ്ങൾ ഉയർത്തി ഇവർ പരാതിയുമായി രംഗത്ത് വന്ന കേസുകളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. അതിലൊന്നും യാതൊരു തരത്തിലുള്ള കഴമ്പുകളും ഇല്ല എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഉടൻ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, നടൻ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നു ക്രൈംബ്രാഞ്ച്. 30 ലക്ഷത്തോളം രൂപ ജീവനക്കാരികളും അതിലൊരു ജീവനക്കാരിയുടെ ഭർത്താവും ചേർന്ന് തട്ടിയെടുത്തു എന്നാണ് വാർത്ത. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.